ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നൊരു കല്യാണത്തിന് പോവാണ്. എൻ്റെ ഏട്ടൻ്റെ മകളുടെ കല്യാണമാണ്. ഞാനും അച്ഛനും അക്ഷിതും മാത്രമേ ഉള്ളൂ. ചെറുതിനെ കൊണ്ടുപോകണില്ല, അമ്മയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് പോണത്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എല്ലാവർക്കും കല്യാണമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഒരു ട്രാവലർ ഇട്ടിരിക്കുകയാണ്. തൃശ്ശൂർ വെച്ചിട്ടാണ് കല്യാണം. അങ്ങനെ ഞങ്ങളിതാ ട്രാവലറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. തൃശ്ശൂർ കൗസ്തുഭ എന്ന് പറയുന്ന ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം ഉണ്ടായിരുന്നത്. ചെന്ന സമയത്ത് തന്നെ ഞങ്ങൾ നേരെ ജ്യൂസ് കുടിക്കാനായിട്ട് പോയി. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. വാട്ടർമെലൺ, ഗ്രേപ്പ്, മാംഗോ, മിൻറ്റ്, പിന്നെ സ്റ്റാർട്ടറായിട്ട് പനീറിൻ്റെ എന്തോ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. പിന്നെ എന്താണെനിക്ക് മനസ്സിലായില്ല, കഴിച്ചു നോക്കിയപ്പോൾ അതിൽ ഈ കോണൊക്കെ കണ്ടിരുന്നു. അങ്ങനത്തെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് ഓഡിറ്റോറിയത്തേക്ക് കയറുകയാണ്. എൻട്രൻസിൻ്റെ അവിടെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നല്ല ഫ്ലവറൊക്കെ വെച്ചത്, നല്ല ഡെക്കറേറ്റ് ചെയ്തതും, പിന്നെ കയറി ചെന്ന് കഴിഞ്ഞ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്തതും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ അവിടുന്ന് സ്റ്റെപ്പ് കയറിയിട്ട് മുകളിലേക്ക് ചെന്നാലാണ് സ്റ്റേജും കാര്യങ്ങളും ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ വന്നിരുന്നു. അപ്പോൾ അവിടെ സ്ക്രീന് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്ക്രീന് വെക്കുന്ന പരിപാടി എന്തായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമുക്ക് സ്റ്റേജിലേക്ക് അധികം അങ്ങനെ കാണാൻ പറ്റില്ല. ഇനി താലികെട്ട് എന്തെങ്കിലും ചടങ്ങുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഫുൾ ആൾക്കാർ നിറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. പിന്നെ ഈ സ്ക്രീന് വെക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും, സ്റ്റേജിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതൊരു നല്ല ഐഡിയ ആയിട്ട് എനിക്ക് നന്നായിട്ട് തോന്നാറുണ്ട് എപ്പോഴും. സ്റ്റേജിൽ ചടങ്ങുകൾ തുടങ്ങുന്നതിൻ്റെ മുന്നേ ആയിട്ട് സ്ക്രീനിൽ സേവ് ദ ഡേറ്റിൻ്റെ വീഡിയോയും, അതേപോലെ ഇത് കല്യാണ തലേ ദിവസത്തെ പരിപാടി തോന്നുന്നുണ്ട്, കറക്റ്റായിട്ട് എനിക്കറിയില്ല. അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ പ്ലേ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ബോറിങ്ങും തോന്നിയിരുന്നില്ല. അപ്പം അതൊന്നും കാണാത്തവർക്ക് അപ്പം ആ സമയത്ത് അതൊക്കെ ഒന്ന് കാണാനായി. അപ്പം അതും ഒരു നല്ല ഒരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി. താലികെട്ട് തൃശ്ശൂർ തന്നെ ഒരു അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെക്കനും പെണ്ണും കൂടിയിട്ട് സ്റ്റേജിലേക്ക് വരികയാണ്. അപ്പോൾ ആദ്യം താലം ടീമൊക്കെ പോയിട്ട് ചെക്കനെ വരവേറ്റു. അത് കഴിഞ്ഞിട്ട് പിന്നെ പോയി പെണ്ണിനെ വിളിച്ച് വരികയാണ്. അപ്പോൾ പെൺകുട്ടി അവരുടെ അച്ഛൻ്റെ കൈ പിടിച്ചാണ് സ്റ്റേജിലേക്ക് വരുന്നത്. അങ്ങനെ സ്റ്റേജിൽ വന്നതിന് ശേഷം കല്യാണ ചെക്കൻ്റെ അച്ഛനും അമ്മയ്ക്കും അതേപോലെ തന്നെ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ദക്ഷിണയൊക്കെ കൊടുത്തിട്ട് ഇവർ ചടങ്ങ് തുടങ്ങുകയാണ്. ഓൾറെഡി താലി കെട്ടിയതാണല്ലോ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പൂമാല ഇട്ടു. പിന്നെ കഴിഞ്ഞിട്ട് ബൊക്കയും കൈമാറുകയാണ് ചെയ്തത്. പിന്നെ അവളുടെ പാപ്പൻ്റെ മകനാണ്, അതായത് അനിയൻ, കല്യാണ ചെക്കന് ചെയിനിട്ട് കൊടുക്കുകയാണ്. പിന്നെ ചെറുക്കൻ പെണ്ണിന് സിന്ദൂരം തൊട്ട് കൊടുത്തു, പുടവ് കൊടുത്തു. അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ കൈ പിടിച്ചു കൊടുത്തു. അങ്ങനെ ഓരോ ചടങ്ങുകളും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കൈ പിടിച്ച് കൊടുക്കൽ കഴിഞ്ഞ് അവിടെ വലം വെക്കലുണ്ടല്ലോ, അതാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പെണ്ണിനും ചെറുക്കനും മധുരം കൊടുക്കലായി. ചെറുക്കൻ്റെ അമ്മയച്ഛനും പെണ്ണിൻ്റെ അമ്മയച്ഛനും അച്ഛനും അങ്ങനെയുള്ള എല്ലാ റിലേറ്റീവ്സും അവർക്ക് മധുരം കൊടുക്കുകയാണ്. അപ്പോൾ സ്ക്രീനിൽ അമ്പലത്തിൽ വെച്ച് നടന്ന താലികെട്ടിൻ്റെ വീഡിയോ പ്ലേ ചെയ്തിരുന്നു. അത് നല്ലൊരു ഐഡിയ ആയിരുന്നു. കാരണം താലികെട്ട് കാണാൻ പറ്റാത്തവർക്ക് നല്ലൊരു അവസരമായിരുന്നു. അടുത്ത ഞങ്ങൾ സദ്യ കഴിച്ചു. നല്ല അടിപൊളി സദ്യയായിരുന്നു. മീനി പരിപ്പോടെയും ചേന വറുത്തതും മുളക് വറുത്തൊക്കെ ഉണ്ടായിരുന്നു. 3 തരം പായസമായിരുന്നു. പഴം, പാലട, പരിപ്പായിരുന്നു. സദ്യ കഴിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ വെറ്റിലപ്പാക്കും പഴം വെച്ചിട്ടുണ്ടായിരുന്നു. റോജാപ്പാക്ക് കണ്ടപ്പോൾ ഒരു നെസ്റ്റ് അടിച്ചപ്പോൾ ഒരെണ്ണെടുത്ത് കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നേരെ വീട്ടിലേക്ക് വന്ന് അമ്പടൂര് ഞങ്ങളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബൈ.